വിവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പട്ടുപാവാട തയ്ക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുന്താണി മാറ്റിയതിന് ശേഷം ഫുള്ളും പാവാടയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ഓപ്പൺ ഭാഗത്ത് വരുന്ന രണ്ട് സൈഡ് ഇതുപോലെ കുഞ്ഞായിട്ട് ഇങ്ങനെ ഒരു 5 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ രണ്ട് സൈഡും മടക്കി അടിക്കുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് പാവാട. ഒരു പാടുമില്ല പാവാട തയ്ക്കാൻ, എല്ലാവർക്കും തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. രണ്ട് സൈഡും ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സാരിയെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക. അത് ഇടുപ്പ് വണ്ണം കറക്റ്റായിട്ട് നമ്മൾ പകുതി വരെ അതുവരെ അടിച്ച് നോക്കിയിട്ട് അളന്ന് നോക്കണം. ഇടുപ്പ് വണ്ണം കറക്റ്റായിട്ട് അതുവരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ബാക്കി അടിച്ചെടുക്കാം. അതിന് വേണ്ടിയാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പൊളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കേണ്ടി വരും. ഇനി പ്ലീറ്റ് എടുക്കുന്നത് ഒരു 2 ഇഞ്ച് അകലത്തിൽ ഒരു സാരി ആയതുകൊണ്ട് നല്ല പ്ലീറ്റ് എടുക്കാനുള്ള തുണിയുണ്ട്. അതുകൊണ്ട് മാക്സിമം തുണി അകത്തേക്ക് കയറ്റിയാണ് പ്ലീറ്റ് എടുക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു പ്ലീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗത്തെ വരെ ഞാൻ അടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത് വീണ്ടും പ്ലീറ്റ് എടുത്ത് അകത്തോട്ട് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പ്ലീറ്റ് കിട്ടും പാവാടയ്ക്ക്. പാവാടയ്ക്ക് എത്ര തുണി വേണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് തുണി കിട്ടും പാവാട തയ്ക്കാം. കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നമുക്ക് പാവാട തയ്ക്കാം. അതിനനുസരിച്ച് പ്ലീറ്റ് അകത്തേക്ക് കയറ്റി എടുത്താണ് നമ്മൾ ആ തുണിയുടെ അളവ് കുറയ്ക്കുന്നത്. അതുപോലെ 2 ഇഞ്ച് നീളത്തിൽ ഞാൻ നല്ല രീതിയിൽ ആ പ്ലീറ്റിൻ്റെ പുറത്തോട്ടിങ്ങനെ വരുന്നില്ല അടി. ഒരു പ്ലീറ്റ് അടിച്ച് അത് തീരുമ്പോൾ അടുത്ത എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് പറഞ്ഞു തരാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. രണ്ട് പ്ലീറ്റ് എടുത്തിട്ട് ഒരു പ്ലീറ്റ് വരെ നമ്മൾ അടിക്കുന്നുള്ളൂ. അടുത്ത പ്ലീറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പിന്നെ അടുത്ത പ്ലീറ്റ് കയറ്റി കൊടുക്കുന്നത്. അതുപോലെ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ ഫുള്ളും നമ്മൾ ചെയ്തെടുക്കണം. ഇടുപ്പ് വണ്ണം ഹുക്കാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ കറക്റ്റ് അളവിലൊക്കെ ചെയ്യണം. ഇല്ല നമ്മൾ വള്ളി ഇട്ടാണ് ഇപ്പോൾ പാവാടയ്ക്കെല്ലാം നാടയാണല്ലോ അതിന് ഫാഷനായിട്ടുള്ളത്. അതുകൊണ്ട് അതാണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട. കുറഞ്ഞു പോവാതിരുന്നാൽ മതി. കുറച്ച് കൂടുതൽ കിടന്നാലും നമുക്ക് വള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ഞാൻ ഇതിനകത്ത് വള്ളിയാണ് ഇടുന്നത്. അതുകൊണ്ട് അങ്ങനെ അളവൊന്നും നോക്കുന്നില്ല. കുറഞ്ഞു പോകുന്നുണ്ടോ എന്നേ നോക്കുകയുള്ളൂ. കൂടുതലിട്ടങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത്. പ്ലീറ്റ് നല്ല രീതിയിൽ അകത്തേക്ക് കയറ്റിയാണ് പ്ലീറ്റ് എടുക്കുന്നത്. സാരി ഫുള്ളും ഉണ്ടല്ലോ, അതുകൊണ്ട് മുന്താണി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതുപോലെ ഒരു സാരിയൊക്കെ എടുത്ത് നല്ല പ്ലീറ്റിന് ഒരു പാവാട തയ്ച്ചെടുക്കാൻ പറ്റും. എത്രത്തോളം പ്ലീറ്റ് വേണോ അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ എടുത്താൽ മതി. ഇത് പൂർണ്ണമായിട്ട് ഞാൻ ഇത് പ്ലീറ്റ് എടുത്ത് തീർന്നിട്ടുണ്ട്. എടുത്ത് വെച്ചതാണിത്. ഇനി നമുക്ക് പട്ട അടിക്കണം. ഇടുപ്പ് പട്ട അടിക്കാനായിട്ട് മുന്താണിയിൽ നിന്ന് ഇത് ഞാൻ പിന്നെ ഒട്ടും തുണി മാറ്റിയില്ല. മുന്താണിയിൽ നിന്ന് ഞാൻ വെട്ടി മാറ്റിയതിൽ നിന്നാണ് പട്ട അടിക്കാനും കൂടി വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എന്നിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടുപ്പിൽ പട്ടയാണ് ഇപ്പം ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. ഒരു 7 ഇഞ്ച് വീതിയിലാണ്. 7 ഇഞ്ച് വീതിയിൽ ആ ഇടുപ്പ് നമ്മൾ അടിച്ചെടുത്ത പാവാടയുടെ ഇടുപ്പ് വണ്ണം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നീളത്തിനുള്ള പട്ട എടുക്കണം. എടുത്തത് ഇതുപോലെ അങ്ങറ്റം അടിച്ചെടുക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഇതുപോലെ മടക്കി ആദ്യം അടിച്ചെടുക്കുക. ഞാൻ വള്ളി ആണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഹുക്കാണ് വയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഹുക്കാണ് വയ്ക്കുന്നതെങ്കിൽ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ 2 സൈഡിലും ഹോള് വേണമല്ലോ, അതുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ഇടുപ്പ് പട്ട ഇതുപോലെ മടക്കി ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. നല്ല വശത്തേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് അടിച്ചു വന്നപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇളക്കിയിട്ട് അത് കുറച്ചും കൂടി പൊളിച്ചതിന് ശേഷം കുറച്ചുകൂടി അകത്തോട്ട് മടക്കി അടിച്ചിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തത്. അതുപോലെ നിങ്ങൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരണമെന്ന് തോന്നിയാൽ ഇളക്കിയിട്ട്
കുറച്ച് അകത്തേക്ക് മടക്കി അടിച്ചതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഓപ്പൺ ഭാഗത്ത് ഓപ്പൺ അടിച്ചില്ലേ, ആദ്യം 2 സൈഡും കുഞ്ഞായിട്ട് മടക്കി അടിച്ചത് കണ്ടില്ലേ, അതുപോലെ ആ 2 ഭാഗങ്ങളും കൂടെ ഒരുമിച്ച് വെച്ച് താഴോട്ട് പട്ട് വരെ ലാസ്റ്റ് വരെ ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ ആ പട്ടിൻ്റെ ആ തുണി 2 സൈഡിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചോളണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പിരിന്ന് പോവും. അതുകൊണ്ട് 2 സൈഡിലോട്ടും 2 പിന്നെ ഇതിൻ്റെയും അടിഭാഗത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ച് അടിക്കുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ ഒരു പാവാട തയ്ക്കുന്നതിനായിട്ട്. വളരെ എളുപ്പമാണ് പാവാട തയ്ക്കാൻ, വലിയ അളവുകളൊന്നുമില്ല. ഇടുപ്പ് വണ്ണോ ഇറക്കമോ മാത്രം എടുത്താൽ മതിയാവും. എത്ര അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പാവാട. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.